മാജിക് പ്രാക്ടീസിന്റെ 17ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. റോണ്ട ബേണിന്റെ ദ മാജിക് എന്ന ബുക്കിനെ ആസ്പദമാക്കി നമ്മൾ നടത്തുന്ന 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിന്റെ 17ാം ദിവസത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി 1ാം ദിവസത്തെ വീഡിയോ മുതൽ പ്രാക്ടീസ് തുടങ്ങേണ്ടതാണ്. ഇനി ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും പ്രാക്ടീസ് മുടങ്ങിപ്പോയവരാണെങ്കിൽ 3 ദിവസം മുന്നേ പോയി ആ ദിവസത്തെ മുതൽ പ്രാക്ടീസുകൾ വീണ്ടും ചെയ്യേണ്ടതാണ്. ഇന്ന് മാന്ത്രിക ചെക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ മാന്ത്രിക പ്രപഞ്ചത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങളോ യാദൃച്ഛികതകളോ ഇല്ല. ഒരാൾ സംഭവിക്കണമെന്ന് ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നാണ് വില്യം എസ് ബ്യൂറോ എന്ന എഴുത്തുകാരൻ പറയുന്നത്. ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ കൃതജ്ഞതയുടെ അല്ലെങ്കിൽ നന്ദിയുടെ മാന്ത്രിക ശക്തി ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ പഴയ അവസ്ഥ ഇല്ലാതാക്കി നമ്മൾക്ക് പുതിയൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ചിലരെങ്കിലും അനുഭവിച്ചു കാണും. പലരും അതിൻ്റെ അനുഭവത്തിനായി കാത്തിരിക്കുന്നവരാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ പണമില്ലാത്തൊരവസ്ഥ, അതായത് നെഗറ്റീവായിട്ടുള്ള ദാരിദ്ര്യം എന്നുള്ള അവസ്ഥയിൽ നമ്മൾക്ക് എങ്ങനെയാണ് മാന്ത്രിക ചെക്ക് ഉപയോഗിച്ച് ധനികനാകാൻ പറ്റുക എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് പണമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ പണത്തിന് വേണ്ടിയിട്ട്, പണം കിട്ടിയതിന് വേണ്ടിയിട്ട്, ലഭിച്ചതിന് വേണ്ടിയിട്ട് എപ്പോഴാണോ നന്ദി പറയുന്നത്, അങ്ങനെ നമ്മുടെ മനസ്സിൽ കിട്ടിയ പണത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പണം ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞതായി എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് അതിനെപ്പോഴാണോ നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം മാറാൻ തുടങ്ങുകയാണ്. മനസ്സുകൊണ്ട് നമ്മൾ പണമില്ലാത്തടത്തുനിന്ന് പണമുള്ള സ്ഥലത്തേക്ക് എത്തിയൊരവസ്ഥയിൽ നിന്നാണ് നന്ദി പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പണമുള്ളൊരവസ്ഥയിലേക്ക്, നമ്മുടെ ലൗകിക ജീവിതം കൂടി മാറുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക. പണത്തെക്കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പണം അകന്നു പോകും. നമുക്ക് മറ്റു പണക്കാരോട് ഭയങ്കര അസൂയയോ, നമുക്ക് പണമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് നിരാശയോ വിഷമമോ ഭയമോ, പണത്തെക്കുറിച്ച് ഭയമാണ് ഉള്ളതെങ്കിൽ നമുക്ക് പണം ഉണ്ടാവുകയില്ല. അതായത് ആകർഷണ നിയമപ്രകാരം ഒരേ കാര്യങ്ങളാണ് ആകർഷിക്കപ്പെടുന്നത്. ആവശ്യത്തിനുള്ള പണമില്ലെന്ന് കരുതി നമ്മൾ നിരാശപ്പെടുകയാണെങ്കിൽ നമുക്ക് പണമില്ലാത്ത അവസ്ഥകളാണ് കൂടുതലായി നമ്മളിലേക്ക് വന്നു ചേരുക. നമ്മൾ പണത്തെക്കുറിച്ചോർത്ത് വളരെയധികം വിഷമിക്കുകയാണെങ്കിൽ അങ്ങനെ വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ കൂടുതലായി നമ്മളിലേക്ക് വന്നു ചേരും. പണമില്ലാത്ത അവസ്ഥയെ നമ്മൾ ഭയന്നുകൊണ്ടിരുന്നാൽ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കും, വീണ്ടും പണത്തെപ്പറ്റി ഭയന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരാനാണ് സാധ്യതയുള്ളത്. നമ്മളിപ്പോൾ ഏതവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണെങ്കിലും, എത്ര പ്രയാസകരമോ ഭയാജനകമോ ആയ കാര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും, നമ്മൾ നമ്മുടെ നിലവിലെ സാഹചര്യത്തെ അവഗണിച്ചുകൊണ്ട്, പണമില്ലാത്ത ഒരവസ്ഥ നമ്മളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് പണം കണ്ടെത്താനുള്ള പോംവഴിയായ കൃതജ്ഞത എന്ന മാജിക്കിലേക്ക്, നന്ദിയുടെ മാജിക്കിലേക്ക് നമ്മൾ കടക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഒരാൾക്ക് പണത്തെപ്പറ്റി ഒരേ സമയം കൃതജ്ഞതയോടെയും നിരാശയോടെയും ചിന്തിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പണത്തിനോട് കൃതജ്ഞതയും ഭയവും ഒരേ സമയം സാധ്യമല്ല. അതേസമയം നമ്മൾ പണത്തോട് കൃതജ്ഞതയോടെ ഇരിക്കുമ്പോൾ നമ്മളിലേക്ക് പണത്തെ ആകർഷിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കും. അതെങ്ങനെയെന്നല്ലേ? നമ്മൾ പണത്തെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ, അതിനുവേണ്ടി നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങളും വികാരങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകും, അല്ലെങ്കിൽ നമ്മളത് നിർത്തും. നമ്മൾ പണത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളിലേക്ക് കൂടുതൽ പണം വരുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് നമ്മളുടെ പ്രവർത്തികളായി മാറുന്നത്. നമ്മൾ പണം ലഭിക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിലേക്ക് കൂടുതൽ പണം വരാൻ അതിടയാക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് നാളിതുവരെ ലഭിച്ച പണത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിനും ഇനി ലഭിക്കാനിരിക്കുന്ന പണത്തിനും നിങ്ങൾ നന്ദി അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ലഭിക്കാനിരിക്കുന്ന പണം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്ന അവസ്ഥയിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓരോ തവണയും നിങ്ങളുടെ പണവും ഐശ്വര്യവും വർദ്ധിക്കുമ്പോൾ നിങ്ങൾ കൃതജ്ഞതാലു അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള സമൃദ്ധിയുടെ ഒഴുക്ക് നിലയ്ക്കും.
പണം നമ്മൾ പ്രതീക്ഷിക്കാതെ പല വഴികളിലൂടെ നമ്മളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ചെക്കിൻ്റെ രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് അതിനൊരു സാലറി ഇൻക്രീസോ ഇൻക്രിമെൻറ്റോ, അല്ലെങ്കിൽ ലോട്ടറിയിൽ നമ്മൾക്ക് പെട്ടെന്നൊരു വിന്നിങ്ങോ, ടാക്സ് നമ്മൾ അടച്ചത് റീഫണ്ടായിട്ടോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരാൾ പെട്ടെന്നൊരു ഗിഫ്റ്റ് തരുന്ന രീതിയിലോ ഒക്കെ നമുക്ക് പണം നമ്മളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പിന്നെ പലപ്പോഴും പണം നമ്മളിലേക്ക് എത്തുന്ന വഴികൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൈസ മറ്റൊരാൾ പേ ചെയ്യുമ്പോൾ അത് നമ്മളിൽ പണം വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുക? നമ്മുടെ കയ്യിലെ പണം നഷ്ടപ്പെടുന്നില്ലല്ലോ. നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ അത് ഓഫറോടുകൂടി നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണം ലാഭം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ നന്ദി പറയാറുണ്ടോ? അതുപോലെ തന്നെ നമ്മളൊരു സാധനം വാങ്ങാനിരിക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റായിട്ട് തരികയാണെങ്കിൽ അവിടെ നമ്മൾ പണം ലാഭിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ പണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ പണം വർദ്ധിക്കുന്നതിന് നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം നിങ്ങളൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാക്കേജ് നമുക്ക് ഡിസ്കൗണ്ടോടുകൂടി കിട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ പണം വർദ്ധിപ്പിക്കുകയാണെന്ന്? അങ്ങനെ പല പല വഴികളിലൂടെ അനുദിനം നമ്മളിലേക്ക് പണം വർദ്ധിക്കാനുള്ള മാർഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളിത് അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കുകയാണ് ചെയ്യുക. ഇതിനൊന്നും നമ്മൾ നന്ദി പറയാറുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഇത് തിരിച്ചറിയാതെ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം. എന്നാൽ കൃതജ്ഞത നിങ്ങളുടെ ജീവിത രീതിയായി മാറുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള മാന്ത്രികത നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ആകർഷിച്ചുകൊണ്ടേയിരിക്കും. പലരും ഇതിനെ ഭാഗ്യമെന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അത് ഭാഗ്യമല്ലാതെ പ്രപഞ്ചത്തിന്റെ നിയമമാണ്, ആകർഷണ നിയമമാണ്. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ കൃതജ്ഞതയും ഒരുമിക്കുമ്പോൾ കൂടുതൽ സമൃദ്ധി നിങ്ങളിലേക്ക് ആകർഷിക്കത്തക്ക വിധമുള്ള ശരിയായ കാന്തശക്തി നിങ്ങൾക്കുണ്ടാവുകയാണ്. അതായത് നമുക്കൊരു കാര്യം നടന്നു കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ടാവുകയും അതോടൊപ്പം തന്നെ നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായിട്ടുള്ളൊരു മാഗ്നറ്റിക് പവർ, ഒരു കാന്തിക ശക്തി വന്നു ചേരുകയാണ് ചെയ്യുന്നത്. റോണ്ടാബൺ തൻ്റെ ഒരു അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. വെറും 2 സൂട്ട് കേസുകളുമായിട്ട് US-ലെത്തുന്ന ഒരു ലേഡിയാണ് അവരെന്നാണ് പറയുന്നത്. ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ തൻ്റെ മടിയിൽ കമ്പ്യൂട്ടർ വെച്ചാണ് റൗണ്ടാബൺ ജോലി ചെയ്തിരുന്നത്. അവർ നടന്നാണ് എല്ലാ സ്ഥലത്തും പോയിരുന്നത്. കാരണം അവർക്കൊരു കാറ് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാത്തിനോടും നന്ദിയുള്ളവളായിരുന്നു. അപ്പോൾ അമേരിക്കയിലെത്തിയതും താൻ ചെയ്യുന്ന ജോലിക്കും എല്ലാം തികഞ്ഞ നന്ദിയുള്ളവളായിരുന്നു. പക്ഷേ തനിക്കുണ്ടായിരുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിനോടും അവിടെ ഉണ്ടായിരുന്ന 4 പ്ലേറ്റിനോടും ഫോർക്കിനോടും എല്ലാം വളരെയധികം നന്ദിയുള്ളവളായിരുന്നു റോണ്ടാബൺ. സ്വന്തമായി നടക്കാൻ സാധിക്കുന്നതിന് വളരെയധികം കൃതജ്ഞത അവർ പ്രകടിപ്പിച്ചിരുന്നു. റോഡിൻ്റെ നേരെ എതിർഭാഗത്തൊരു ടാക്സി സ്റ്റാൻഡ് ഉള്ളതും വളരെയധികം നന്ദിയോടെയാണ് അവർ ഓർത്തിരുന്നത്. ആവശ്യമുള്ളപ്പോൾ ടാക്സി പെട്ടെന്ന് വിളിക്കാൻ സാധിക്കുമല്ലോ. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചത്. അവർക്കറിയാവുന്ന ഒരു വ്യക്തി ഏതാനും മാസത്തേക്ക് ഒരു കാറും ഡ്രൈവറെയും അവർക്ക് സമ്മാനമായി നൽകി. സ്വന്തമായി ഒരു കമ്പ്യൂട്ടറും വളരെ കുറച്ച് സാധനങ്ങളുമായി ജീവിച്ചിരുന്ന ആൾക്ക് ഒരു കാറും ഡ്രൈവറും കുറച്ച് നാളത്തേക്കെങ്കിലും സ്വന്തമായി ലഭിക്കുകയാണ്. റോണ്ടാബൺ അത് വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ നന്ദിയുള്ളവളായിരുന്നു, അതുകൊണ്ട് എനിക്ക് സമൃദ്ധമായി ലഭിച്ചു. ഇങ്ങനെയാണ് കൃതജ്ഞതയ്ക്കൊപ്പം മാന്ത്രികത സംഭവിക്കുന്നത്. ഈ കൃതജ്ഞതാ പരിശീലനം ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് മാന്ത്രികത തന്നെയാണ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചും പണത്തിനായിട്ടുള്ള പരിശീലനം വളരെ അമ്പരപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ പ്രത്യേക പ്രാക്ടീസ് എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ ഒരു ബ്ലാങ്ക് ചെക്ക് നിങ്ങളുടെ കയ്യിലെടുക്കുക. നിങ്ങളുടെ തന്നെ ഒരു ചെക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് ഇല്ല, നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു മാന്ത്രിക ചെക്കിൻ്റെ ഫോട്ടോ കോപ്പിയോ സ്കാൻ ചെയ്ത കോപ്പിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. www.thesecret.tv/magiccheck എന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് മാജിക് ചെക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ചെക്കില്ലാത്തവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അതല്ല, ചെക്കുള്ളവർക്ക് അവരവരുടെ ചെക്ക് യൂസ് ചെയ്യണമെങ്കിലും അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്.
അതിനുശേഷം നിങ്ങൾ ആ ചെക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. നിങ്ങളുടെ പേരിൽ നിങ്ങളൊരു തുക എഴുതണം. ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ചെറിയൊരു തുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിനുള്ളൊരു തുക എഴുതുന്നതാണ് നല്ലത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ തുകയാകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം കൂടുകയും മെല്ലെ മെല്ലെ നമുക്ക് നമ്മളുടെ ചെക്കിലെ തുക ഉയർത്തി എഴുതാനും സാധിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ പണം നമ്മുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട് ചെക്ക് ഫില്ല് ചെയ്യുക. ചെക്കിൽ കൃത്യമായിട്ട് എമൗണ്ട് എഴുതുക. ആ എമൗണ്ട് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് ചെയ്ത് കഴിഞ്ഞതായിട്ട് നമ്മൾ മനസ്സിൽ കരുതുക. അതിനുശേഷം ആ മാന്ത്രിക ചെക്ക് നമ്മൾ നോക്കുക. അത് കിട്ടിക്കഴിഞ്ഞതിന് നന്ദി പറയുക. ആ ചെക്ക് നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ ആ തുക ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്ത് കഴിഞ്ഞതായിട്ട് മനസ്സിൽ കണ്ട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഉദാഹരണത്തിന് ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കമ്പ്യൂട്ടർ വാങ്ങുന്നതിനാവശ്യമായ തുക ചെക്കിൽ എഴുതുക. നിങ്ങൾ ചെക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ആ ചെക്കിൽ നോക്കിയിട്ട് നമ്മൾ ആ ചെക്ക് കൊടുത്ത് കമ്പ്യൂട്ടർ വാങ്ങിച്ചത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മളത് ഉപയോഗിക്കുന്നതായിട്ട്, കമ്പ്യൂട്ടർ ഷോപ്പിൽ പോകുന്നത് തൊട്ട് അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അൺബോക്സ് ചെയ്ത കമ്പ്യൂട്ടർ എടുത്ത് പുറത്ത് വെച്ച് അത് ഉപയോഗിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൊരു സിനിമ പോലെ കണ്ട് നമ്മൾ അതിന് വേണ്ടി നന്ദി പറയുക. ഇനി അഥവാ ഓൺലൈനിലാണ് വാങ്ങുന്നതെങ്കിൽ ആ സാധനം, കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്താണോ, നമ്മൾ ഇപ്പോൾ ഒരു ജോഡി ഷൂസ് ആണെങ്കിൽ അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് അത് ഓൺലൈനാണെങ്കിൽ അതിൻ്റെ ഡെലിവറി നടന്ന് നമ്മുടെ വീട്ടിലെത്തി നമ്മളത് അൺബോക്സ് ചെയ്ത് ആ സാധനം കാണുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. നമ്മളത് യഥാർത്ഥത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണോ ആ സന്തോഷത്തോടു കൂടി വേണം നമ്മൾ നന്ദി പറയാൻ. ഇത്രയും സ്റ്റെപ്പുകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഈ മാന്ത്രിക ചെക്ക് എടുത്ത് നമ്മൾ എപ്പോഴും കാണത്തക്ക സ്ഥലത്ത് നമ്മൾ വയ്ക്കണം. നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ. ഇന്നത്തെ ഒരു ദിവസം മിനിമം 2 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം ഈ ചെക്ക് കൈകളിലെടുത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടത്തിയെടുത്തതുപോലെ നമ്മളുടെ മനസ്സിൽ കണ്ട് നിങ്ങൾ ആ കാര്യത്തിന് നന്ദി പറയണം. അക്കാര്യത്തിൽ പരമാവധി കൃതജ്ഞതയും സന്തോഷവും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. പല പ്രാവശ്യം നമുക്കത് ചെയ്യാവുന്നതാണ്. മിനിമം 2 തവണ പറഞ്ഞത്, പക്ഷെ എത്ര പ്രാവശ്യം ചെയ്യാമോ അത്രയും പ്രാവശ്യം ചെയ്താൽ അത്രയും നല്ലതാണ്. മാന്ത്രിക ചെക്കിൽ കൊടുത്തിട്ടുള്ള പണം നിങ്ങൾക്ക് ലഭിക്കുകയോ മറ്റേതെങ്കിലും വഴികളിലൂടെ നിങ്ങൾക്ക് പണം മുടക്കി വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന സാധനം ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പഴയ ചെക്കിന് പകരം നമ്മൾ പുതിയ തുക എഴുതിയ പുതിയ ചെക്ക് വെക്കുക. ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനത്തിന് വേണ്ടി വരുന്ന തുകയാണ് അതിനകത്ത് എഴുതേണ്ടത്. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലത്തോളം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാലത്തോളം ഈ മാന്ത്രിക ചെക്ക് പരിശീലനം തുടരുക. അപ്പോൾ ഇന്നത്തെ ദിനത്തെ നമ്മുടെ മാജിക് പ്രാക്ടീസിനെ നമുക്ക് ചുരുക്കി പറയാം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ 10 അനുഗ്രഹങ്ങൾ എണ്ണുക, അതിൻ്റെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ കൃതജ്ഞതാലു ആയിരിക്കുന്നതെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് വായിച്ച് ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് 3 തവണ മനസ്സുകൊണ്ട് കഴിയാവുന്നത്ര കൃതജ്ഞത പ്രകടമാക്കിക്കൊണ്ട് നിങ്ങൾ പറയുക. ഓരോന്നിൻ്റെയും കൃതജ്ഞത നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുക. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം എഴുതിയ നിങ്ങളുടെ മാന്ത്രിക ചെക്ക് നിങ്ങളുടെ പേരും ഇന്നത്തെ തീയതിയും എഴുതി പൂരിപ്പിക്കുക. അതിനുശേഷം മാന്ത്രിക ചെക്ക് കയ്യിൽ പിടിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം ആ പണം ഉപയോഗിച്ച് വാങ്ങുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞാൽ എന്ന പോലെ സന്തോഷവും കൃതജ്ഞതയും അനുഭവിക്കുക. മാന്ത്രിക ചെക്ക് ഇന്ന് നിങ്ങളോടൊപ്പം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുക. അപ്പോൾ 2 തവണയെങ്കിലും നിങ്ങൾ കൈകളിലെടുത്ത്, അല്ലെങ്കിൽ എത്ര തവണയാണോ നിങ്ങൾക്കതെടുത്ത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ആ കാര്യത്തിനായി നിങ്ങൾ പണം ഉപയോഗിക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ചെക്കിൻ്റെ പരിശീലനം ആവർത്തിക്കുക. അതായത് ചെക്ക് കയ്യിലെടുത്ത് ആ എമൗണ്ട് കൊണ്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് ലഭിച്ചു കഴിഞ്ഞാൽ എന്ന പോലെയുള്ള സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുക. ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മാന്ത്രിക ചെക്ക് ദിവസവും കാണത്തക്ക വിധം ഒരു പ്രമുഖ സ്ഥാനത്ത് തന്നെ വെക്കുക. ചെക്കിൽ കൊടുത്തിട്ടുള്ള തുക നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാലോ ആ തുകയ്ക്ക് അനുസരിച്ചുള്ള എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് കിട്ടുകയോ ചെയ്താൽ പുതിയ തുക എഴുതിയ ചെക്ക് വെക്കുക. ഇങ്ങനെ നിങ്ങൾ വീണ്ടും 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 ഇത് ആവർത്തിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളത് ആവർത്തിച്ച് ചെയ്യുക. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിനം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുക.
ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ ആർക്കെങ്കിലും ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെലിബ്രിറ്റിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജിം ക്യാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെലിബ്രിറ്റിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അദ്ദേഹം ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പോവർട്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതിന് തനിക്ക് പ്രതിഫലമായിട്ട് $10 മില്യൺ പ്രതിഫലം കിട്ടുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ചെക്ക്, അതായത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീടുള്ള ഒരു ഡേറ്റിട്ട് ചെക്ക് എഴുതുന്നതാണ്. അങ്ങനെ ഒരു ചെക്ക് $10 മില്യൺ തനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം സ്വയമായിട്ടൊരു ചെക്ക് എഴുതി അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ ചെക്ക് എടുത്ത് നോക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ റിയലി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു മൂവിക്ക് പ്രതിഫലമായിട്ട് $10 മില്യൺ ചെക്ക് അദ്ദേഹത്തിന് ശരിക്കും ലഭിക്കുകയുണ്ടായി. ഇത് നിങ്ങൾ ആര് വേണമെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഡംപ് ആൻഡ് ഡംപ്ഡ് എന്ന മൂവിക്കാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു തുക പ്രതിഫലമായി ലഭിച്ചത്. ഈ പ്രതിഫലം അദ്ദേഹത്തിന് ചെക്കായിട്ട് കിട്ടുന്നത് വരെ അദ്ദേഹം ആ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ അല്ലെങ്കിൽ വാലറ്റിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾ അദ്ദേഹം മുന്നേ കൂട്ടി വിഷ്വലൈസ് ചെയ്തിരുന്നു. മറ്റാരും അദ്ദേഹത്തിന് അഡ്വാൻസ് ആയിട്ട് കൊടുത്ത ചെക്കല്ല അദ്ദേഹം കൊണ്ടു നടന്നിരുന്നത്. സ്വയമായിട്ട് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടിയതായിട്ട് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന, തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ടൂളായിരുന്നു ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. എന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന എമൗണ്ടിനെ സ്വന്തമായിട്ട് മുന്നേ കൂട്ടി എഴുതി നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് പണത്തെ ആകർഷിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് പണം ലഭിക്കുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ സമ്പന്നതയിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണിത്. പലരും ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ എമൗണ്ടിൽ തുടങ്ങിയിട്ടാണ് വേണം നിങ്ങൾ വലിയ എമൗണ്ടുകൾ എഴുതി വയ്ക്കാൻ. കാരണം ചെറിയ എമൗണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ എമൗണ്ടുകൾ അച്ചീവ് ചെയ്യാനുള്ള മനസ്സിനൊരു വിശ്വാസം കൂടുതൽ ലഭിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിന് വിശ്വസിക്കാവുന്ന എമൗണ്ടാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം വേണം നമ്മൾ തുക വർദ്ധിപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. എല്ലാവരും സമ്പന്നരാവുക. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. അതിനൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെയായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസും ഫ്രീ ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടിയും ഈ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് തുടരുക. നന്ദി.